കോൺഗ്രസ് ചെറുപുഴ പുളിങ്ങോം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെറുപുഴ പഞ്ചായത്തിൽ വികസന മുരടിപ്പിനെതിരെ കുറ്റവിചാരണ യാത്ര തിരുമേനിയിൽ നിന്നും മീന്തുള്ളിയിൽ നിന്നും ആരംഭിച്ചു. This news is brought to you by സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കോൺഗ്രസ് ചെറുപുഴ പുളിങ്ങോം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെറുപുഴ പഞ്ചായത്ത് വികസന മുരടിപ്പിനെതിരെ കുറ്റവിചാരണ യാത്ര തിരുമേനിയിൽ നിന്നും മീന്തുള്ളിയിൽ നിന്നും ആരംഭിച്ചു. പ്രിയമുള്ളവരെ, ആശയത്തെ ആയുധം കിട്ടാതെ ഉറഞ്ഞുകൊള്ളുന്ന നവജീവിത കാലഘട്ടത്തിൽ LDF ഭരിക്കും നാട്ടിൽ. വികസനം എന്തെന്നറിയാതെ തിരുമേനിയിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ എം കരുണാകരൻ സ്വാഗതം പറഞ്ഞു. ജോർജ് ചെമ്പരത്തി അധ്യക്ഷത വഹിച്ചു. ശ്രീ കെ ജോൺ, എല്ലാ വീടുകളിലും ഞാൻ ഈ പ്രദേശങ്ങളൊക്കെ വികസനം നടപ്പിലാക്കും. എനിക്ക് നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, റോഡ് ചെയ്യും, അവിടെ വികസനം കൊണ്ടുവരും, ഇവിടെ ഈ തിരുമേനിൽ ഒരു ബസ് സ്റ്റാൻഡ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീടാന്തരം കയറി നടന്ന് ചെയ്തിട്ട് 5 വർഷക്കാലം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങി. 20 ലക്ഷം രൂപയുടെ തനത് ഫണ്ട് വെച്ചിരുന്ന ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മെമ്പറായ പ്രവീണിനോടും അതുപോലെ തന്നെ മറ്റ് മെമ്പർമാരോടൊക്കെ ചോദിച്ചു നോക്ക്. ഒരു വാർഡിലേക്ക് 6 ലക്ഷം രൂപയാണ് ഫണ്ട്. തനത് ഫണ്ടുകൾ ലാപ്സാക്കി കൃത്യമായി ഫണ്ടിങ് നടത്താതെ 100% പദ്ധതി വിഹിതം നടപ്പിലാക്കാൻ കഴിയാതെ വന്നതിന്റെ ഫലമായി ഓരോരുത്തരുടെയും വാർഡിലേക്കുള്ള ഗുണഭോക്തൃ വിഹിതം 6 ലക്ഷമായി തനത് വികസനത്തിൽ മാറി. DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് കുറ്റവിചാരണ യാത്ര ഉദ്ഘാടനം ചെയ്തു. ആസൂത്രണത്തിലെ പിഴവുകളാണ് ഒരു പഞ്ചായത്തിലെ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിൽ വരുന്ന ഏറ്റവും വലിയ അപകടകരമായ സാഹചര്യം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന പദ്ധതികളെ വിഭാവനം ചെയ്യുക എന്നുള്ളത് ആസൂത്രണ സമിതിയുടെ ഉത്തരവാദിത്തമാണ്. ചെറുപുഴ പഞ്ചായത്തിനകത്ത് അത്തരത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു ഭരണസമിതിയായിരുന്നു കഴിഞ്ഞ 5 വർഷവും ഭരിച്ചത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ചെറുപുഴയിൽ ഒരു മദ്യശാല തുറന്നു. നേരത്തെ സർക്കാരിന്റെ ഒരു ബീവറേജസ് കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ എങ്ങോട്ട് പോയി എന്നതിനെ കുറിച്ച് ചെറുപുഴയിലെ ആളുകൾ അന്വേഷിക്കണ്ടേ? ബീവറേജസ് ഔട്ട്ലെറ്റ് പോകുക മാത്രമല്ല, പുതിയ ബാറുകൾ അനുവദിച്ചതും നിങ്ങൾ ചർച്ച ചെയ്യണം. എന്തിനാ ചർച്ച ചെയ്യുന്നത്? ഈ സംസ്ഥാനത്തിനകത്ത് പഞ്ചായത്തുകൾക്ക് അധികാരമുണ്ടായിരുന്നു. ബാറുകൾ അനുവദിക്കുമ്പോ പഞ്ചായത്ത് തീരുമാനമെടുത്ത് പഞ്ചായത്തിന്റെ ലൈസൻസ് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഭാഗത്ത് സർക്കാർ പണം അനുവദിക്കുന്നില്ല. പഞ്ചായത്തിന്റെ ആസൂത്രണത്തിലെ പാളിച്ചകൾ കൊണ്ട് പഞ്ചായത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. സമ്പൂർണമായ പരാജയം അതുവഴി പഞ്ചായത്തുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ പരാജയത്തെ നേരെയാക്കാനുള്ള തീരുമാനമാണ് തിരുമേനിയിലെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. വി കൃഷ്ണൻ മാസ്റ്റർ, DCC നിർവാഹക സമിതി അംഗങ്ങളായ KK സുരേഷ് കുമാർ, തങ്കച്ചൻ കാവാലം, ആലയിൽ ബാലകൃഷ്ണൻ തുടങ്ങിയവരും കുട്ടിച്ചൻ തുണ്ടിയിൽ, ജമീല കോളയത്ത്, ജോർജ് മുള്ളൻമട, ജാഥാ ലീഡർ TP ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ഈ ചെറുപുഴ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 കൊല്ലം നടത്തിയ ഒരു വികസനം ഈ തിരുമേനി ടൗണിൽ വെച്ച് അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ കുറ്റവിചാരണ നടത്തുമ്പോൾ ഞങ്ങൾ ആധികാരികമായി കൃത്യമായി കണക്കുകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കുറ്റവിചാരണ നടത്തുന്നത്. വൈകുന്നേരം 5-ന് ചെറുപുഴയിൽ സമാപന സമ്മേളനം KPCC വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തും.
ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.